എന്നാ ഇപ്പൊ ശരിയായിട്ട് തരാം. ഈ ജെറിയുടെ ഒരു കാര്യം. ഹലോ, ഇവിടുത്തെ ആളാണോ? ആ ഞാൻ പുതിയതാ. നിങ്ങളുടെ മുതലാളിന്റെ മുതലാളിയാ? പുള്ളി ചായ പിടിക്കാൻ പോയേക്കാ. ഒന്ന് ഷേവ് ചെയ്യണമല്ലോ. അതിനല്ല ഞാൻ കേറിയിരിക്കി. രണ്ടു മാസം അലക്കിട്ട്. അയ്യോ, താൻ എവിടെ പോയി കിടക്കാറുണ്ടോ? തനിക്ക് എവിടുന്ന് കിട്ടിയ പണിക്കാരനാ? എന്നാ പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? ഇവന് പ്രാന്താണ്. താനിത് കണ്ടില്ലടോ. എവിടെ നോക്കട്ടെ. ആരെങ്കിലും ഒരു ആംബുലൻസ് വിളിക്കോ? ഇവനെ ഞാൻ ഇന്ന് ഇവനിതവിടെ പോയി. നിനക്കെന്താ വിളിച്ചപ്പാട് കയറിയോ? എടാ ഇറണം കെട്ടവനെ, നീ എന്തോന്നാണ് അയാളെ മുഖത്ത് കാണിച്ചു വെച്ചത്? സർജറി ചെയ്തു വെച്ചേക്കും. അത് പിന്നെ ആശ ഒറ്റെടുത്ത കാരണം ഇതൊക്കെ സംഭവിച്ച. ഞാനോ? എടാ ചായ കുടിക്കാൻ പോയി ഞാൻ എന്താണോ എന്നോട് കാണിച്ചത്? ആശാല്ലേ പറഞ്ഞേ ഷേവ് ചെയ്യാൻ പറഞ്ഞ ഒരു മുറിയുടെ 5 രൂപ പിടിക്കുന്നു. അതിന് അല്ല ആശാനെ, ഞാൻ ഷേവ് ചെയ്യണ സമയത്തേ ഇവിടെ മേളിലായിട്ടേ ചെറിയൊരു മുറിവുണ്ടായി. അപ്പൊ തന്നെ 5 രൂപ പോയല്ല. ആ വെപ്രാളത്തിൽ ഞാൻ ഷേവ് ചെയ്യണ സമയത്തേ ഇവിടെ താഴത്തായിട്ടേ ഒരു ചെറിയ മുറിവോടെ ഉണ്ടായി. 2 ചെറിയ മുറിവ് ഉണ്ടായപ്പോഴാണ് ഇത്രയും വലിയ ചോര ഒഴുകിയത്. അതാ ഞാൻ പറഞ്ഞേ ആശാൻ ഒറ്റെടുത്ത കാരണ ഇതൊക്കെ സംഭവിച്ചേ. നീ എന്ത് മാങ്ങാത്തൂലിയാണ് ഈ പറയുന്നത്? അതായത് ആശാനെ, ഞാൻ ഷേവ് ചെയ്യണ സമയത്തേ എന്തായാലും 2 മുറിവ് ഉണ്ടായില്ലേ. ഈ 2 മുറിവിടം കൂട്ടിയിട്ട് 5 5 10 രൂപ പോകൂലോ. അത് പോവാതിരിക്കാൻ വേണ്ടിട്ടേ ഞാനൊരു ബുദ്ധിയൊക്കെ പ്രയോഗിച്ച്. ഒരാളെ കൊല്ലാൻ നോക്കുന്നതാണോടാ അതിന്റെ ബുദ്ധി? അതല്ല ആശാനെ, ഈ 10 രൂപ പോവാതിരിക്കാൻ വേണ്ടിട്ടേ ഈ 2 മുറിവും കൂടെ ഞാൻ കത്തിക്ക് പറഞ്ഞിട്ടെ ഒറ്റ മുറിവാക്കി. അപ്പൊ പിന്നെ 5 രൂപ പോവുള്ളൂ. ഇനി പറ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഓ, അവന്റെ ഒരു ഓഞ്ഞ ബുദ്ധി. ബാക്കിയുള്ളവന്റെ പണി കളയാൻ വന്നേക്കുന്ന ദ്രോഹി. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്നിറങ്ങിക്കോണം ഈ ടെറിട്ടറിയിൽ നിന്ന്.